ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് Q&Aൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇന്നലെ ഒരു അധികം ചോദ്യങ്ങളൊന്നും എൻ്റെ ഫോണിൽ തന്നെ ആയിരുന്നു, ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഫോണിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ വേറെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഫോൺ ഞാൻ ഇന്നലെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും ആ വീഡിയോ അവിടെ വെച്ച് ചെയ്യാമെന്നല്ല ആദ്യം ആഗ്രഹിച്ചത്, വീട്ടിൽ നിന്ന് ചെയ്യാമെന്നായിരുന്നു. അപ്പോഴേ ഫോണും ഉണ്ടാവുക. അപ്പോൾ എന്നാലും ഞാൻ പോകുമ്പോൾ ഫോൺ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിൻ്റെ ഓർമ്മയിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറായിട്ട് ഞാൻ തന്നത്. അപ്പോൾ ഒന്നും കൂടി ഇത് വായിച്ചിട്ട് ക്ലിയർ ആയിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യനാണോ അതിൻ്റെ ആൻസർ നല്ലപോലെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോയിലേക്ക്. എൻ്റെ പേര് ഷമ്മിയ, അറിയാലോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ടോ എൻ്റെ ഷമ്മിയ. എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി നിൽക്കുക. അപ്പോൾ മൈക്കിൻ്റെ പ്രശ്നം വല്ലാണ്ടുണ്ട് കേട്ടോ, അല്ലേ? നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് അധികം കേൾക്കുന്നുണ്ടാവില്ല. മൈക്കൊക്കെ വരും ദിവസങ്ങളിൽ മൈക്കായിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ. ഓരോന്ന് സ്റ്റെപ്പ് ബൈ പറഞ്ഞിട്ട് ഞാൻ ഓരോന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ എൻ്റെ സൗണ്ട് കേൾക്കാനും. സൗണ്ട് ഇപ്പോൾ ഫാൻ്റെയും റൂമിലും കൂടി ആയിരിക്കണം. അപ്പോൾ പുറത്തത്തെ സൗണ്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ക്ഷമിക്കുക. പിന്നെ ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ക്വസ്റ്റ്യനിൽ ഇന്നലെ കുറേ ക്വസ്റ്റ്യനിൽ ഞാൻ ആൻസർ തന്നിരുന്നു. അപ്പോൾ ഒന്നും കൂടി ഞാൻ ഫസ്റ്റ് ഇട്ടിട്ട് ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ തന്നെ വായിക്കുന്നുള്ളൂ. ആൻസർ ഞാൻ ഇന്നലെ തന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ലവ് സ്റ്റോറി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ചിന്നു അനുവിൻ്റെ കൂടെ പോയപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ അതിൻ്റെ പേരിൽ പിണങ്ങിയോ? ലവ് സ്റ്റോറി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചിന്നു അനുവിൻ്റെ കൂടെ പോയപ്പോൾ പ്രത്യേകിച്ചിട്ട് ഞാൻ എന്ത് പറയാനാ, അവൾ ഇഷ്ടമുള്ള ആളെ കൂടെ പോയി, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാനും ലവ് മാരേജാണ്. എനിക്ക് അവളെ ഒരിക്കലും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റില്ല. കാരണം ഞാനും ലവ് മാരേജ് ആയതുകൊണ്ട് ആ ഒരു ഇതുകൊണ്ട് ആണ് ഞാനൊന്നും പറയാത്തത്. എന്നുവെച്ചാൽ ഓളെ ലൈഫ് ഇപ്പോൾ ഓൾക്ക് സെറ്റിലായാണ്, ഓരോ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ അത്ര മാത്രം പറയാൻ പറ്റുള്ളൂ. ഒരു ചേച്ചി എന്ന നിലയിലും, ചേച്ചി അല്ലാതെ തന്നെ ഒരു വ്യക്തി എന്നുള്ള നിലയിലും എനിക്കിപ്പോൾ എത്ര പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ എന്താ, എനിക്കിപ്പോൾ ഓൾ അനുവിൻ്റെ കൂടെ പോയതിന് എനിക്ക് ഇപ്പോൾ എതിർത്ത് പറയാനും അതുപോലെ അതിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രേ പറയുള്ളൂ. അവൾ ഇഷ്ടമുള്ള ആളെ കൂടെ പോയി എന്നുള്ള അതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു ടോപ്പിക്ക് നിർത്തുക. ഈ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ നിങ്ങൾ അതിൻ്റെ പേരിൽ പിണങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട്. പിണങ്ങാന്നുള്ളതിൽ അത് പോയ ശേഷം പിന്നെ കോണ്ടാക്റ്റ് ഒന്നുമില്ല. കോണ്ടാക്റ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ടില്ല, ഞാൻ വിളിക്കാത്ത കാരണം ഏട്ടൻ പറഞ്ഞ് ഓളിങ്ങോട്ട് വിളിച്ചോട്ടെ എന്ന് പറഞ്ഞ് ആ ഒരു ഇതുണ്ട്. അപ്പോൾ എനിക്കും തോന്നി ആ ശരിയാണല്ലോ, ഓളിങ്ങോട്ടല്ലേ വിളിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് ഞങ്ങൾ വിളിച്ചിട്ടില്ല. പിന്നെ ഓളിങ്ങോട്ട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്താണെന്നൊക്കെ കാര്യങ്ങൾ ഓൾ പറഞ്ഞിരുന്നു. എന്നോട് ഏട്ടനോടും അനിയനോടൊക്കെ പറഞ്ഞിരുന്നു ഞാൻ ഇന്ന തീയതി പോകുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഞാനപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ആ തീയതി ആകുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ആ കൊറോണ തുടങ്ങിയ സമയം കൂടിയാണ്, ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ദിവസം ഞാൻ പാടെ മറന്നെന്ന് പറയാം. ഞങ്ങളിവിടുത്തെ വേലയും പിന്നെ ആ വേല എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഉത്സവം, ആ ഉത്സവത്തിൻ്റെ ടൈമിൽ, ആ ഉത്സവം കഴിഞ്ഞ് പിറ്റേ ദിവസം അങ്ങനെ എന്താണ് ഓൾ പോയത്. അപ്പോൾ ആ ഒരു ഇതിൽ കൊറോണേൻ്റെ ടൈമും ഒക്കെ കൂടി ഒരു ഇതായതുകൊണ്ട് ഞാൻ പിന്നെ ആ ദിവസം മറന്ന പോലെ. പിന്നെ പെട്ടെന്ന് രാത്രിയാണ് ഉണ്ണി വിളിച്ച് പറയുന്നത് ഇങ്ങനെ പോയിന്ന്. അപ്പോഴേക്കും ഓർമ്മ എന്നോട് പറഞ്ഞാണല്ലോ അങ്ങനെ ഒരു ഇത്. അതിൽ ഞാൻ പിന്നെ കൂടുതൽ പിഴിച്ചിലായി. പിന്നെ എന്താ, ഓൾ പറഞ്ഞിട്ടല്ല പോയത്, ആ ഒരു ഇതുകൊണ്ട് അങ്ങനെ. അപ്പം പിന്നെ ഓളിങ്ങോട്ട് വിളിക്കുക ചെയ്തത്. ഏട്ടൻ പറഞ്ഞു ഓളിങ്ങോട്ട് വിളിച്ചോളും, വിളിക്കേണ്ട ആവശ്യമില്ല, ഓളിങ്ങോട്ട് വിളിച്ചോളൂ, ഇങ്ങോട്ട് തിരിച്ച് വിളിക്കട്ടെ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ വിളിച്ചില്ല, ഓളിങ്ങോട്ട് വിളിച്ച് പിന്നെ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ സെറ്റായി. ക്വസ്റ്റ്യൻ, ചിന്നു അമ്മായിമ്മയോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന്? എന്താ ഓരോരുത്തരുടെ ക്യാരക്ടർ പോലെ ഇരിക്കും നമ്മൾ പെരുമാറുന്നത്. അത് ചിന്നു ആയിക്കോട്ടെ, ചിന്നുവിൻ്റെ അമ്മായിമ്മയായിട്ട് ആരായാലും. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യന് ഇത്ര തന്നെ ആൻസർ പറയുന്നുള്ളൂ, നമ്മൾ ക്യാരക്ടർ അനുസരിച്ചിട്ട്. അല്ല വേറെ ഇതിന് കൂടുതലായിട്ടും പറയാൻ എനിക്ക് ആഗ്രഹമില്ല. പിന്നെ ചേച്ചിയുടെ ലവ് മാരേജ് ആയിരുന്നു, അതുണ്ട്. ആയിരുന്നെങ്കിൽ ലവ് സ്റ്റോറി, നെയിം, ക്വാളിഫിക്കേഷൻ, മക്കളുടെ ഫുൾ നെയിം, അതൊക്കെ ഞാൻ പറഞ്ഞാണ്. പിന്നെ ഫേവറേറ്റ് പ്ലേസ് ടു വിസിറ്റ്, അതൊന്നല്ല ഞാൻ പറഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചോദ്യമുണ്ട്, ഇഫ് യു ഗോട്ട് ചാൻസ് ടു ചേഞ്ച് വൺ തിങ് ഇൻ ദിസ് വേൾഡ് വാട്ട് വുഡ് ബി? അങ്ങനെ എനിക്ക് ആഗ്രഹം ഒന്നുള്ളൂ എന്ന് വെച്ചാൽ എന്താ, എല്ലാവർക്കും ഭക്ഷണം എത്തിക്കുക. ആ ഒരു കാര്യമാണ് എനിക്കുള്ള ഒരു ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവരിലേക്കും ആരും പട്ടിണിക്ക് എടുക്കാതിരിക്കുക. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് വേൾഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നെങ്കിൽ എന്തായിരിക്കും അങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ എനിക്ക് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ, നിങ്ങളുടെ വീട് എവിടെയാണ്? അത് ഞാൻ പറഞ്ഞാണ്. എൻ്റെ വീട് ഇടുമ്പത്തിലാണെന്ന് പറഞ്ഞ്. ഹസ്ബൻഡിൻ്റെ വീട് വളാഞ്ചേരി വെണ്ടല്ലൂർ. പിന്നെ ആ ക്വസ്റ്റ്യനിൽ തന്നെ രണ്ടുപേരുടെയും ജോലി ഹസ്ബൻഡിന് ഇൻഡസ്ട്രിയൽ വർക്കാണ്. ഇൻഡസ്ട്രിയൽ വർക്ക് പറഞ്ഞാൽ
ഈ ഷീറ്റ്, ഓട്, ഗ്രില്ല് അങ്ങനത്തെ ഓരോരോ വർക്കാണ്. പിന്നെ എൻ്റെ ജോലി എനിക്ക് ട്രാവൽസിലുണ്ടെന്നൊക്കെ നല്ല ഞാൻ പറഞ്ഞാണ്, ഇന്നലത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ്. പിന്നെ ചിന്നുവിൻ്റെ ചില വീഡിയോ കാണുമ്പോൾ വഴക്ക് പറയാൻ തോന്നിയിട്ടുണ്ടോ ചേച്ചി എന്ന നിലയിൽ? വഴക്ക് പറയാണ്ട് തോന്നിയിട്ടുണ്ടോ? ചിലപ്പോൾ ഞാൻ എങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എന്തിനാ അങ്ങനെ ഇതാക്കണം എന്നൊക്കെ അങ്ങനത്തെ വീഡിയോയിൽ ചില അഭിപ്രായങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചിന്നുവിൻ്റെ വെഡ്ഡിങ് നേരത്തെ ആയിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ? വെഡ്ഡിങ് എന്നായാലും നടക്കണ്ട, ഇപ്പം നേരത്തെ ആയാലും വൈകിട്ടായാലും എന്നായി നടക്കണ്ടേ, അതിന് വല്ലാണ്ട് ഞാനിത് കൊടുക്കണില്ല. ഞാൻ അത്ര മാത്രം എന്ന് വെച്ചാൽ ഇപ്പോൾ നേരം വൈകി വെഡ്ഡിങ് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു വിധത്തിൽ നേരത്തെ നല്ലതാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം. നേരത്തെ നല്ലതാണ്, നല്ല പഠിച്ചിട്ടോ. പക്ഷെ ഓരോരുത്തരെ തലവിധി അങ്ങനെയല്ല വരുള്ളൂ. അല്ല ഇപ്പോൾ കൂടുതൽ ഞാനിപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് കൂടുതൽ ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവനാൻ്റെ വിധി എങ്ങനെ അതുപോലെ നമ്മളെ ജീവിതം നടക്കുന്നത്. പിന്നെ പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇവിടെ വീട്ടിൽ ഏട്ടൻ്റെ വീട്ടിൽ ഏട്ടൻ്റെ അമ്മ ഉണ്ട്. ഏട്ടൻ്റെ അമ്മയ്ക്ക് 4 മക്കളാണ്, 2 ചേച്ചിമാരും ഓരോ ഏട്ടനും. ഏട്ടനാണ് താഴെ, അതായത് എൻ്റെ സുധിയേട്ടനാണ് താഴെ. ചേച്ചിമാർ കല്യാണം കഴിച്ച് 2 കല്യാണം കഴിച്ച് അവർക്ക് മക്കളുണ്ട്, മക്കളൊക്കെ ആയിട്ട് നടക്കുകയാണ്. പിന്നെ സുധിയേട്ടൻ്റെ ഏട്ടന് കല്യാണം കഴിച്ച് ചേച്ചിൻ്റെ, ചേച്ചിക്ക് അവർക്ക് 2 കുട്ടികളാണ്. പിന്നുള്ള നല്ല ആക്റ്റീവായ വീഡിയോ ചെയ്യും, ഫുൾ സപ്പോർട്ട്. പിന്നെ എന്താ കുറേ വർഷങ്ങൾക്ക് കോഴിക്കോട് അതൊക്കെ ഞാൻ നല്ലതാക്കിയാണ്. വീടിന് എത്ര കോസ്റ്റ് വന്നു അത് ഞാൻ നല്ല പറഞ്ഞാണ്. പിന്നെ വെണ്ടല്ലൂരിൽ എവിടെയാണ് വീട്? പറമ്പത്തക്കാവ് അമ്പലത്തിൽ പോയിട്ടുണ്ടോ? വെണ്ടല്ലൂർ അവിടെ തന്നെ പറമ്പത്താവിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ വീട്. വെണ്ടല്ലൂർ സെൻറ്റർ എത്തണ മുന്നേ. എന്നുവെച്ചാൽ ഈ ഭാഗം അറിയണവർക്ക് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടോ. പിന്നെ ചേച്ചിയുടെ കറക്റ്റ് പ്ലേസ് വിമുക്കിൽ എവിടെയാണ് അതും ഞാൻ നല്ല പറഞ്ഞിട്ടുണ്ട്. ചിന്നിൻ്റെ സ്വഭാവം ഒന്ന് നന്നാക്കി കൊടുക്കണം. അത് ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തരുടെ ക്യാരക്ടർ പോലെ ആയിരിക്കും. പിന്നെ മറ്റുള്ളവർ നമ്മളോട് ബിഹേവ് ചെയ്യണ പോലെ ആയിരിക്കും സ്വഭാവം. അല്ലാതെ ഞാനിപ്പോൾ ഇതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് അത്രേ പറയാനുള്ളൂ. കൂടുതൽ ഇന്നത്തെ ക്വസ്റ്റ്യനിൽ ചിന്നുൻ്റെതായിട്ടേക്ക് എന്താ പറയുക, അതിനെ കൂടുതൽ ഞാൻ ഇതിന് പറയണില്ല എന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ അനുവിന് വേറെ പണിയൊന്നുമില്ലേ? ഒന്നുമില്ലാത്തതിൽ നിങ്ങളുടെ വീട്ടുകാരുടെ അഭിപ്രായം എന്താണ്? ചിന്നു അവിടുന്ന് അനുവിനും ഫാമിലിയും തമ്മിൽ തെറ്റിപ്പിരിക്കുകയാണെങ്കിൽ എന്താണ് പറയാനുള്ളത്? ഒരു വിധത്തിലും ഇപ്പോൾ തെറ്റിപ്പിരിക്കാൻ ശ്രമിക്കില്ല, അതൊക്കെ ഇത്ര പറയാനുള്ളൂ. എന്നുവെച്ചാൽ മറ്റുള്ളവർ നമ്മളോട് പെരുമാറുന്ന രീതിക്ക് അനുസരിച്ച് നമുക്ക് അങ്ങോട്ടും പെരുമാറുന്നുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ അങ്ങനെ തന്നെ പറയണം. ഒരുവിധം ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ ഞാൻ ഈ ഒരു ഇതിൽ പറയണത് എന്താ, എല്ലാവരുടെ തെറ്റും കുറ്റമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരാളെ ഞാൻ നന്നാക്കിയിട്ടോ ഒരാളെ ഞാൻ ചീത്താക്കിയിട്ടോ ഞാൻ പറയണില്ല, അത്രയും ഞാൻ മാത്രം പറയണുള്ളൂ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, ചേച്ചി ഇനി ജന്മമുണ്ടെങ്കിൽ ചേച്ചിക്ക് ആണാകാനാണോ പെണ്ണാകാനോ ഇഷ്ടം? അതിന് ഞാൻ നല്ല റിപ്ലൈ കൊടുത്താണ്, എനിക്ക് പെണ്ണാകാനാണ് ഇഷ്ടം. പെണ്ണാകാണെങ്കിലും സുധേട്ടൻ്റെ ഭാര്യ ആവാനാണ് ഇഷ്ടം, പെണ്ണായിട്ട്. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഇപ്പോൾ നിൽക്കുന്ന വീടിൻ്റെ ഹോം ടൂർ ചെയ്യാമോ? ശരിക്കും ഇപ്പോൾ നിൽക്കുന്ന വീടിൻ്റെ ഹോം ടൂർ ഞാൻ ഒരു ദിവസം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇനി വരും ദിവസങ്ങളിൽ ഓരോരോ വീഡിയോ ഞാൻ ചെയ്യേണ്ടത്, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്തായാലും ചെയ്യേണ്ടത്. പിന്നെ എന്താ, ചിന്നു ഇറങ്ങിപ്പോയപ്പോൾ എന്ത് തോന്നി? ഒക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യന് ഞാൻ നേരത്തെ തന്ന ആൻസർ തന്നെ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? മോൾ ഏത് ക്ലാസ്സിൽ? അത് ഞാൻ പറഞ്ഞത് ഹസ്ബൻഡിൽ ഇൻട്രസ്റ്റ് വർക്കാണ്, മോള് ഇനി UKGക്കാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, എന്താ ഹൗസ് വാമിങ് എന്നാണ് ഞങ്ങളെ വിളിക്കുമോ എന്ന് ചോദിച്ചാൽ, ഹൗസ് വാമിങ് ഇപ്പോൾ തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുധേട്ടൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് മോൻ്റെ പിറന്നാൾ ആ സമയത്ത് പിറന്നാളിന് ആ സമയത്ത് കൂടണം എന്നാണ്. മോൻ്റെ പിറന്നാൾ വരുന്നത് ഓണത്തിനാണ്, ഉത്രാടത്തിനാണ്. അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോൾ കയറണം എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. പിന്നെ വിളിക്കുമ്പോൾ ചോദിക്കുക, വിളിക്കുന്നുണ്ട്, ഞാൻ യൂട്യൂബിൽ തന്നെ വിളിക്കുന്നുണ്ട്, എല്ലാവരും വിളിക്കുന്നുണ്ട്, എല്ലാവരും വന്നാകണം. എപ്പോൾ വെറുതെ എന്ന് പറഞ്ഞിട്ടുള്ളൂ, ആ സമയമാകുമ്പോൾ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ എല്ലാവരും വന്നോളണം. പിന്നെ ന്യൂ ഹോമിൻ്റെ പ്ലേസ് മൊത്തം എത്ര സെൻറ്റ് സ്ക്വയർ ഫീറ്റ്? സെൻറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാണ്ട് അറിയാം, പക്ഷേ ഇപ്പോൾ വീടിരിക്കുന്ന ഒരു 5 സെൻറ്റിലായിരിക്കും. ബാക്കി സെൻറ്റ് ഉണ്ട്, അത് മൊത്തത്തിൽ എത്രയാണെന്ന് എനിക്കറിയില്ല. പിന്നെ സ്ക്വയർ ഫീറ്റ് ഞാൻ നല്ല പറഞ്ഞു, ഒരു 900 ഞങ്ങൾ മൊത്തം. ആദ്യം ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറും പിന്നെ മുകളിൽ കോണിക്കൂട് മാത്രം അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പ്ലാൻ വരച്ചത്. പിന്നെ അവിടുന്ന് പിന്നെ ഞാൻ പറഞ്ഞാണ് ഒരു റൂമും ഒരു ഹോളും ഒരു സിറ്റ് ഔട്ടും കൂടി ഇതാക്കുക, ഏതായാലും എടുക്കല്ലേ. അപ്പോൾ മുകളിലേക്ക് ഒരു റൂമും ഹോളും കൂടി എടുക്കാറിഞ്ഞിട്ട് അങ്ങനെ എടുത്തു. അപ്പോൾ മൊത്തം എന്തായാലും 900 കടന്നു, 1000 ഒക്കെ കടന്നുണ്ടാവും, ഒരു 1300 അടുത്തുണ്ടാവും ചിലപ്പോൾ, അതും കഴിയും. പിന്നെ ഞങ്ങൾ പുറമായിട്ട് വർക്ക് ഏരിയ എടുത്ത്, അത് ഈ 900 വരുന്നില്ല.
അപ്പോൾ എന്തായാലും ഒരു 1500-ൻ്റെ അടുത്തുണ്ടാവും എനിക്ക് തോന്നുന്നു. എനിക്ക് വല്ലാണ്ട് അറിയില്ലെങ്കിൽ ലാസ്റ്റ് അറിയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് വാട്ട് ഈസ് യുവർ ഫാദർ ജോബ്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് അനു. ഫാദറിൻ്റെ ജോബ് ഞാൻ പറഞ്ഞു. ഫാദറിൻ്റെ അച്ഛൻ്റെ ജോബ് എന്താ, ഇൻഡസ്ട്രിയൽ വർക്ക് തന്നെയാണ്. ഈ ഷീറ്റ്, ഓട് അങ്ങനെയൊക്കെ, പിന്നെ ഒരു ഗ്രില്ല് അങ്ങനത്തെ ഒക്കെ ഓരോ വർക്കാട്ടോ. അത് അറിയണവർക്ക് അറിയുള്ളൂ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വാട്ട് ഈസ് യുവർ അനു ഒപ്പീനിയൻ അബൌട്ട് അനു. അനുവിനെ കുറിച്ച് എൻ്റെ അനു എന്ന് പറഞ്ഞാൽ നല്ല ക്യാരക്ടറാണ്, എല്ലാവരോടും നല്ല ബിഹേവിയറാണ്. ഞാനെന്ന് വെച്ചാൽ ഇതാക്കി പറയില്ല, എൻ്റെ ഒരു ഇതിൽ നല്ലൊരു എൻ്റെ ഏട്ടൻ്റെ സ്ഥാനമായാലും അല്ല, എൻ്റെ ഇതുകൊണ്ട് ഏട്ടൻ തന്നെയാണ്. പിന്നെ സ്ഥാനം കൊണ്ട് ഞാൻ അവർക്ക് ഏട്ടൻ ചേച്ചി എന്നാണെന്നുള്ളൊരിത്. അതിൽ ഞാൻ അനു തന്നെ വിളിക്കുക, എന്ന് വെച്ചാൽ സ്ഥാനം കൊണ്ട് ഞാൻ അനു തന്നെ വിളിക്കുക. അനു ഏട്ടൻ ആദ്യമൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ പിന്നെ അവർ പറഞ്ഞ സ്ഥാനം കൊണ്ട് ഇളയച്ചനല്ലേ, അപ്പോൾ പേര് വിളിച്ചാൽ മതി അങ്ങനെ പറഞ്ഞു. പിന്നെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നല്ല ആളാണ്, എല്ലാവർക്കും നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അത്രയൊക്കെ പറയാനുള്ളൂ. എന്താ സഹോദരി, ഇന്നലെ നിങ്ങളുടെ വിവാഹ ഫോട്ടോകൾ കണ്ടു. ഒരു ചോദ്യം, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ സ്വർണം ലഭിച്ചു, പക്ഷേ ചിന്നുവിന് ലഭിച്ചത് കുറവാണ്. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാനിപ്പോൾ ചിന്നുവിനെ പോലെ പോവുകയാണെങ്കിൽ എനിക്കും കുറച്ച് തന്നെ ലഭിക്കുള്ളൂ. അതിനുള്ള ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ എനിക്ക് അത്ര പറയാനുള്ളൂ. പിന്നെയുള്ള ചിന്നുവിൻ്റെ ക്യാരക്ടർ വീഡിയോ കണ്ടു. ചേച്ചി എന്ന നിലയിൽ തിരുത്താൻ ശ്രമിച്ചോ? മറ്റുള്ളവരുടെ ബിഹേവിയർ നന്നാക്കാൻ പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടുണ്ടോ എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ട്. നന്നാക്കാൻ പറ്റിയിട്ടുണ്ടോ, അത് പറഞ്ഞിട്ടുണ്ടോ? മറ്റുള്ളവരോടുള്ള ബിഹേവിയർ നന്നാക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ചിന്നുവിനെ ക്യാരക്ടർ വീഡിയോയിൽ കണ്ടു. ചേച്ചി എന്ന നിലയിൽ പറഞ്ഞു തിരുത്താൻ ശ്രമിച്ചോ? പിന്നെ മറ്റുള്ളവരോടുള്ള ബിഹേവിയർ നന്നാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നായിരിക്കും. എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ക്യാരക്ടർ ഇപ്പോൾ ഒരാൾ ഉള്ളിൽ വേറൊന്ന് വെച്ച് പുറത്ത് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ചിന്നുൻ്റെ ഇതിൽ ചിന്നു അങ്ങനെയല്ല. ഓൾ എന്താണോ ഓൾ ഉള്ളിൽ അതായിരിക്കും അവളെ മുഖത്തുള്ള എക്സ്പ്രഷൻ. എൻ്റെ കണ്ടയിൽ വെച്ചിട്ട് അങ്ങനെ തന്നെയാണ്. അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോയ്ക്ക്. പിന്നെ നമ്മളിപ്പോൾ ഒരാളോട് അവരുടെ ക്യാരക്ടർ ഇങ്ങനെ മാറ്റണം എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റില്ല, അത് അവർക്ക് തന്നെ സ്വയം തോന്നണം. അത്ര തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കേട്ടോ. അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തതിൽ ഇത്ര ക്വസ്റ്റ്യൻസേ ഉള്ളൂ. മൊത്തം എത്ര വരുന്നത് ക്വസ്റ്റ്യൻസ്? അതിനിടയിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻസ് അല്ല, ഞാൻ മുന്നേ ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യില്ല. അതൊക്കെ നല്ല പറഞ്ഞുകൊണ്ട് ഞാൻ വല്ലാണ്ട് പറഞ്ഞില്ല. എന്നാലും ക്വസ്റ്റ്യൻസ് അല്ല ഞാൻ പറഞ്ഞേ. അപ്പോൾ പിന്നെ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോസ്, സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ. പിന്നെ എന്താ പറയാനുള്ളത്? പിന്നെ ഇപ്പോൾ ഈ 2 വീഡിയോസും കണ്ടിട്ട് ഒരുവിധം ക്വസ്റ്റ്യനിലെ ഒരുവിധമല്ല ആൻസർ മൊത്തം ഞാൻ പറഞ്ഞെന്ന് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഞാൻ അങ്ങനെ പറയാത്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലിടുക. ഞാൻ പറയേണ്ടത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. എൻ്റെ ഇന്ന് വിട്ടുപോയതാണെങ്കിലും എന്തായാലും നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിന് നിങ്ങൾ കമൻ്റ് ഇട്ട ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കമൻ്റ് ഇട്ടാൽ മതി. ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഒരു സ്ക്രീൻ ചെയ്യുന്നുണ്ട്. ഇന്നൊക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഇങ്ങനെ പറഞ്ഞിട്ട് കിതപ്പ് വരിക. എനിക്കിപ്പോൾ ഇടയ്ക്കുള്ളൊരു പ്രശ്നമാണ്, കൂടുതൽ വർത്തമാനം പറഞ്ഞ കിതപ്പ് വരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും കേട്ടു എന്ന് വിചാരിച്ചു, ഞാൻ പറയണതൊക്കെ മനസ്സിലായെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇനി മൈക്കൊക്കെ നമുക്ക് വാങ്ങാം. അപ്പം ഓക്കെ, ബൈ, ടാറ്റ.